സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവും ഉണ്ട്. എനിവേ, all these diseases are different versions of hysteria. അപ്പൊ ഇത് പ്രേതബാധ അല്ലെന്നാണ് അച്ഛൻ പറയുന്നത്? നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും. വേറെ ചില മണ്ടന്മാർ ഇതിനെ സൈക്കാട്രിസ്റ്റ് കേസ് എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ ഇത് രണ്ടുമല്ലാതെ മറ്റെന്താണ് പറയുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഫാദർ പറയും. ആട്ടെ, കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞത്? ഞാനാണച്ചോ. എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. നിങ്ങൾ കുട്ടിയുടെ ആരാ? ഞാൻ ഇവരുടെ കുടുംബ സുഹൃത്താ. പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ. മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയിലാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ. ഇല്ല, ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല. എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അച്ഛനും കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. എടോ വെട്ടുകുഴി, ഫാദർ, തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഫാദർ. ഇത് കൈമാറാതെ വലത് കൈയിൽ തന്നെ സൂക്ഷിക്കണം. എന്ത് കാണാനാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? എനിക്ക് കുന്നിൻ ചെരുവ് വലിയ ഇഷ്ടാ. നമുക്ക് കുന്നിന്റെ നെറുകിൽ ചെല്ലാം. എന്തിനാ? അവിടെ നിന്നാ സ്വർഗം വളരെ അടുത്ത് കാണാം. എനിക്ക് ഈ സ്വർഗമൊന്നും കാണണ്ട. പിന്നെ ഏത് സ്വർഗം സാറിന് കാണേണ്ടത്? എന്നെ സ്വർഗം കാണിക്കണമെങ്കിൽ മായ മനസ്സ് വെക്കണം. ഞാൻ മനസ്സ് വെച്ചിട്ട് എന്താ കാര്യം? ജപവും മന്ത്രവും ബ്രഹ്മചര്യൊക്കെ നടക്കുന്ന അന്ധവിശ്വാസികളുടെ കൂട്ടത്തിലല്ലേ ഉണ്ണിയും? എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല. മുത്തശ്ശിയെ പേടിയാണുള്ളത് സത്യം. അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത വാക്ക് പാലിക്കുന്നു. അതല്ല, ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ ഒരു ഏലസ്. ഓ, ഇതോ? വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയാ. ഓ, വലിയ ധൈര്യശാലി. ഗമ പറയാൻ ആർക്കാ വയ്യാത്ത? ഗമ പറഞ്ഞതല്ല, സത്യം. കയ്യിലെ ഏലസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയലോ എന്ന് ഓർത്ത് കെട്ടുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതങ്ങ് അഴിച്ചു കളഞ്ഞേ. ഇവിടെ മുത്തശ്ശി ഇല്ലല്ലോ. അഴിച്ചു കളഞ്ഞാൽ എന്റെ ഭർത്താവ് ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത് മാത്രം പോരാ, പിന്നെ ഈ കവളിൽ ചൂടുള്ളൊരു സമ്മാനം കൂടി തരുമോ? ഇനി വൈകിക്കണ്ട, വാക്ക് പാലിച്ചോളൂ. കണ്ണടച്ചു നിന്നാ തരാം. മായേ, ദേ അവിടെ നിൽക്കാൻ. വാക്ക് പാലിക്കണം കേട്ടോ. മോളിൽ വന്നാ വാക്ക് പാലിക്കാം. മായ, അവിടെ നിൽക്കാൻ. മായേ, എന്ത് പണിയാ നീ കാണിച്ചത്? ഓടി ഓടി ഞാൻ അടച്ചു. നിനക്കെന്താ വല്ല ദിവ്യശക്തി ഉണ്ടോ ഇങ്ങനെ ഓടാൻ? ഒന്ന് താഴത്തേക്ക് നോക്കിയേ. എത്ര മുകളിലാ നമ്മളെന്ന്. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ചത്തുപോവോ? പൊടി പോലും കാണില്ല. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ചാടിയാലോ? അത്ര കൊതിയാ നിനക്ക് മരിക്കാൻ? കൊതിയായിട്ടൊന്നല്ല, വെറുതെ ഉണ്ണിയുടെ മനസ്സറിയാൻ ചോദിച്ചതാ. പണ്ട് എനിക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയ പെണ്ണല്ലേ നീ. നീ പറഞ്ഞ മരിക്കാൻ ഞാനും തയ്യാറാ. എങ്കിതേ ഞാൻ ഉണ്ണിയെ താഴത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവാ. ഓക്കേ, ഞാൻ റെഡി. ആട്ടെ, പ്രതിയുടെ അവസാനത്തെ ആഗ്രഹം എന്താ? ഈ ജന്മത്തിൽ ഒത്തിരി മോഹിച്ചു പോയ ഒരു പെണ്ണുണ്ട്. അവളെ സ്വന്തമാക്കണം. അവള് സ്വന്താണല്ലോ. എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കണം. അപ്പൊ ബ്രഹ്മചര്യം ലംഘിക്കാൻ പോവാ? എന്ത് ബ്രഹ്മചര്യം? വാക്ക് മാറ്റരുത്. എന്താഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞതാ. സാധിച്ചു തരും. ഒരു മഞ്ഞു തുള്ളി സുവർണമാരി വില്ലു വീണലിഞ്ഞുവോ, ഒരു കുഞ്ഞു പൂവിൽ വർഷമേഘമുമ്മ വെച്ചു പെയ്തൊഴിഞ്ഞുവോ,
ജടയിറങ്ങി മലയിറങ്ങി മരമിറങ്ങി മണ്ണിറങ്ങി അമരഗംഗയൊഴുകിയെത്തും പ്രളയം ആകാശഗംഗ വന്നു മൂടും പുളകം സുന്ദരം സുഖകരം ഈ മധുര നിമിഷമല്ലി ജീവിതം കാടറിഞ്ഞു പുഴയറിഞ്ഞു കടലറിഞ്ഞു തിര നിറഞ്ഞു കാറ്ററിഞ്ഞു മഴയറിഞ്ഞു മന്ത്രകോടി നനഞ്ഞു കാത്തിരുന്ന കന്നി മണ്ണിൽ വാ ചിപ്പി കണ്ടു മുത്തു കണ്ടു മുങ്ങി നീർന്നുവാ സ്വർഗവാതിൽ നീ തുറന്നു സ്വർണ വീണതാ സുന്ദരം സുഖകരം ഈ സുഹൃത നിമിഷമല്ലി ജീവിതം ഒരു മഞ്ഞു തുള്ളിയിൽ സുവർണമാരിവില്ലു വീണലിഞ്ഞുവോ ഒരു കുഞ്ഞു പൂവിൽ വർഷമേഘമുമ്മ വെച്ചു പെയ്തൊഴിഞ്ഞുവോ ജടയിറങ്ങി മലയിറങ്ങി മരമിറങ്ങി മണ്ണിറങ്ങി അമരഗംഗയൊഴുകിയെത്തും പ്രളയം ആകാശഗംഗ വന്നു മൂടും പുളകം സുന്ദരം സുഖകരം ഈ മധുര നിമിഷമല്ലി ജീവിതം ഇപ്പൊ എന്റെ ഉണ്ണിക്ക് സന്തോഷായോ? ഉണ്ണി, ഇപ്പൊ എന്റെ ഉണ്ണിക്ക് സന്തോഷായോന്ന്? ഒത്തിരി ഒത്തിരി. മായക്കോ? എനിക്കും. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണ്, അല്ലേ മായ? പക്ഷെ മുത്തശ്ശി, എന്തു പറ്റി മായേ? അവര് വീണ്ടും ശല്യം ചെയ്യാൻ വരുന്നുണ്ട്. ദേ നോക്കിയേ, ആ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഞങ്ങളുടെ ഡേസി. അവളുടെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുക്കനെ അടുത്ത് നിൽക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. എന്റെ ആത്മാവിനോ? ഞങ്ങളുടെ കൂടി ചേർത്ത് പ്രാർത്ഥിക്കച്ചോ. അച്ഛൻ എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമല്ല കുഞ്ഞാടെ, സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കായിരുന്നു. വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. മായ വന്നോളൂ. എന്താ തന്റെയൊക്കെ ഉദ്ദേശം? ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഡേസി മോളെ, ഞാൻ ഡേസി ഒന്നുമല്ല, എന്റെ പേര് മായന്നാ. കേട്ടല്ലോ, ഇനിങ്ങനെ പോയിക്കൂടെ? അസുഖമുള്ള കുട്ടിയാ, അവൾ അങ്ങനെ പറയൂ. അസുഖം എനിക്കല്ല, തനിക്കാ. ഉണ്ണി വാ, നമുക്ക് പോവാം. കുഞ്ഞാടെ, നീ സാത്താന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. താന്ന് പോടോ. വാ മോളെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. പിതാവേ, സ്വർഗസ്ഥനായ മിശിഹ തമ്പുരാനെ, സാത്താന്റെ പിടിയിൽ നിന്ന് ഡേസി മോളെ രക്ഷിക്കണമേ. പിതാവേ, എന്റെ കൊന്തി കുരിശും അല്ലെങ്കിൽ നമുക്ക് കൊല്ലാണ്ടി വരും. അവിടെ കിടത്തി. കുരിശും കൊന്തയും കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം എന്താണെന്ന് അറിയാലോ പിതാവേ. പിതാവേ, പരീക്ഷണം വരുത്, കൊന്ത കയ്യിൽ കിട്ടണമേ. പിതാവേ, പരീക്ഷണം വരുത്, കൊന്ത കയ്യിൽ കിട്ടേ. പിതാവേ,
ഞാനിപ്പോൾ പറന്നു പോയേനെ കുഞ്ഞാടേ. ഡെയ്സി വിളിച്ചോ? ഡെയ്സിയോ? അത് ഡെയ്സി അല്ലേ, യേശിയാണ്. എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് പോകാം. കണ്ടീഷൻ വളരെ മോശമാണ്. മുറിക്ക് പിടിച്ചു നിന്നോ കുഞ്ഞാടേ, ഇല്ലെങ്കിൽ തെറിച്ചു പോകാം. എന്തെങ്കിലും മന്ത്രം ജപിക്കച്ചോ, അല്ലെങ്കിൽ അവള് നമ്മളെ കൊല്ലും. കൊന്ത പോയുടെ കുഞ്ഞാടെ, ഇനിയൊരു മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാച്ചോ? നമുക്ക് ഓടി രക്ഷപ്പെടാൻ വരൂ കുഞ്ഞാടികളെ. അയ്യോ, എന്റെ മോൻ തോമാച്ചൻ. താഴെ ഇറങ്ങടാ. താഴെ ഇറങ്ങാന് പറഞ്ഞേ. താഴെ ഇറങ്ങാൻ. വേഗം വിട്ടു. അവരെല്ലാവരും പൊക്കിക്കൊണ്ടിരിക്കാം. ഈ കാറ് പൊങ്ങി. കേറിക്കോ സാത്താനെ. ഗായത്രി പോയിക്കോളൂ, ഞാൻ ഉണ്ണിട്ട് വന്നോ. ഉണ്ണി ഉണ്ണി ഉണ്ണി. മായ, നിനക്കൊല്ലും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല. ഉണ്ണി എഴുന്നേക്ക്, വാ പോവാം. അവര് പോയോ? അവര് പോയി. ദേ ഇന്ദു വരുന്നുണ്ട്. ഇന്ദു? ഉം. ദേ, അവളോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പറ്റി ഉണ്ണിയേട്ടാ? ഞങ്ങള് വെറുതെ കാറ്റുള്ള ഇറങ്ങിയതാ അല്ലേ മായ? നീ എന്താ ഇവിടെ? ഗായത്രി ഞാനും ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാ, കാർ കണ്ട് നിർത്തിയതാ. ആ, നീ ഇതൊന്നും ചെന്ന് മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ട. പാപ്പോ വല്യമാവൻ തളർന്നു വീണ സമയം രണ്ടുപേരും കൂടി മുതലാക്കിയാണല്ലേ? പിന്നെ മുതലാക്കണം. നീ നിന്റെ കാര്യം നോക്കണം കേട്ടോ. ദേ ഉണ്ണിയേട്ടന്റെ ഏലസോടെ അഴിഞ്ഞു കിടക്കുന്നു. കൈയും കൊണ്ട് നീട്ടിയേ. മുത്തശ്ശിയെങ്ങാനും കണ്ടാ പിന്നെ ഇത് മതി കേട്ടോ.